സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് നാട്ടുകൾ സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്കും നിപ്പ സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ 345 ആളുകൾ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട്ട് 43 പേരുമാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ് റാം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിവരങ്ങൾ അലക്സ് റാം. എസ്കേൻ ഗുഡ് ഈവനിങ്. എസ്കേൻ, സംസ്ഥാനം വീണ്ടും നിപ്പയുടെ ആശങ്കയിലാണ്. എസ്കേൻ, സംസ്ഥാനത്ത് 2 കേസുകളിൽ നേരത്തെ സംശയമുണ്ടായിരുന്ന 2 കേസുകളിൽ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം മങ്കടയിൽ മരിച്ച 18-കാരിയുടെ മരണം അത് നിപ്പ മൂലമെന്ന് സ്ഥിരീകരിക്കുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഫലം പോസിറ്റീവായിരിക്കുന്നു. കോഴിക്കോട് ആശുപത്രിയിലാണ് ഈ മലപ്പുറം മങ്കട സ്വദേശിയായ 18 വയസ്സുകാരി നിപ്പ ബാധിച്ചു മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഉൾപ്പെടെ ജീവനക്കാർ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ മാസം 28-നാണ് ഈ കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1-ാം തീയതിയാണ് 18 വയസ്സുകാരി മരിച്ചത്. ആരോഗ്യവകുപ്പ് ഇന്നിപ്പോൾ അറിയിക്കുന്നത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ 345 പേർ ഉണ്ടെന്നുള്ളതാണ്. സ്കേൻ മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 41 പേരുമാണ് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിലധികവും ഈ ആരോഗ്യ പ്രവർത്തകരാണ്. കോഴിക്കോട് ജില്ലയിൽ എല്ലാവരും സമ്പർക്ക പട്ടികയിലുള്ള 43 പേരും ആരോഗ്യ പ്രവർത്തകരാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് നേരത്തെ നിപ്പ സ്ഥിരീകരിച്ചത് നമ്മൾ പറഞ്ഞു. മലപ്പുറം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ നടത്തിയ പരിശോധനകളിൽ നിപ്പ സംശയിച്ചു. ഇതിനെ തുടർന്നാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിളുകൾ അയച്ചത്. ഇതിൽ ഈ സംശയം തോന്നിയ പാലക്കാട് സ്വദേശിയുടെ പാലക്കാട്ടെ രോഗിയുടെ സാമ്പിൾ പരിശോധനാ ഫലവും പോസിറ്റീവാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം പോസിറ്റീവായിട്ടുണ്ട്. അതുമാത്രമല്ല പാലക്കാട്ടെ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതായും വകുപ്പ് അറിയിക്കുന്നു. സ്ഥിരീകരണം വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി മന്ത്രി അറിയിക്കുന്നു. 2 നിപ്പ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എസ്കേൻ, എന്താണെങ്കിലും സംസ്ഥാനത്ത് സംശയം തോന്നിയ 2 കേസുകൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 3 ജില്ലകളിലായി ഏതാണ്ട് 345 പേർ നിരീക്ഷണത്തിലാണ്. കോഴിക്കോട് നിരീക്ഷണത്തിലുള്ള മുഴുവൻ പേരും ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 3 ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്കേൻ അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.